എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 പുതുവർഷം വരികയാണ്. ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല. ജനനസമയം വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ. ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ്. 2024 മകം നക്ഷത്രക്കാർക്ക് സന്തോഷത്തിൻ്റെ കാലം ആയിരിക്കും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വാഹന ഇടപാടിലൊക്കെ ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങൾക്കൊക്കെ അന്യദേശത്ത് തൊഴിൽ ഭാഗ്യം കാണുന്നുണ്ട്. കുടുംബ സ്വത്തുക്കളെ സംബന്ധിച്ച് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പൊതുരംഗത്തൊക്കെ ശോഭിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക നില കുറച്ചൊക്കെ മെച്ചപ്പെടുന്നതാണ്. അതുപോലെ സ്വന്തം ജനങ്ങളുടെ ബന്ധുക്കളുടെ ഒക്കെ ചെറിയ തന്ത്രങ്ങളും വിമർശനങ്ങളും ഒക്കെ മനക്ലേശം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, പണമൊക്കെ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കാൻ കാലതാമസം ഉണ്ടാകുന്നതാണ്. അതുപോലെ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയുണ്ട്. കൃഷിയിൽ നിന്നുള്ള വരുമാനമൊക്കെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കുറയുന്നതാണ്. അതുപോലെ മാതാപിതാക്കളുടെ രോഗകാര്യത്തിലൊക്കെ ആശങ്കയുണ്ടാകും. അന്യാധീനപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കളൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. അതുപോലെ പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ ഇടയുണ്ട്. യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധയുണ്ടാകണം. അതുപോലെ കുടുംബത്തിൽ ഒരു പുതിയ വ്യക്തി കടന്നു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തിക ലാഭം ഉണ്ടാകും. ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം എന്നിവ കാണുന്നുണ്ട്. തൊഴിൽ രംഗത്തും നേട്ടം ഉണ്ടാകുന്നതാണ്. അതുപോലെ പുതിയ വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഗ്രഹം സ്വന്തമാക്കുന്നതിനുള്ള അനുയോജ്യ സമയം കൂടിയാണ്. അതുപോലെ പഴയ വീട് പുതുക്കി പണിയാനും നല്ല സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം. മാർച്ച് ഏപ്രിൽ മാസം കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതാണ്. അതുപോലെ വസ്തു സംബന്ധമായ ഇടപാടുകൾക്കൊക്കെ കാലതാമസം നേരിടുന്നതാണ്. എല്ലാ രംഗങ്ങളിലും ഉയർച്ച ഉണ്ടാകുന്നതാണ്. അതുപോലെ വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ ഈശ്വര സഹായമൊക്കെ കൂടുതലുള്ള സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം. കുടുംബത്തിലുണ്ടായിരുന്ന ദോഷത്തിനൊക്കെ പരിഹാരം കാണുന്നതാണ്. അതുപോലെ പണമിടപാടുകളിൽ ആർക്കെങ്കിലുമൊക്കെ വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനമൊക്കെ നിറവേറ്റാൻ കാലതാമസമൊക്കെ നേരിടേണ്ടി വരും. അതുപോലെ കൈവശമുള്ള ഭൂമിയൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ പുതിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിലും ആ സമയത്ത് തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അലസത ഉണ്ടാകുന്നതാണ്. ആ അലസത മൂലം പ്രവർത്തനങ്ങൾക്ക് ഒക്കെ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നതാണ്. അങ്ങനെ ഇടപെടുന്നത് മൂലം സമൂഹത്തിൽ നല്ല ബഹുമതിയൊക്കെ ലഭിക്കുന്നതാണ്. സ്വന്തം ഭവനത്തിൽ നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുകയും അത് പരിഹരിക്കപ്പെടുന്നതുമാണ്. ബിസിനസ് സംബന്ധമായി ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരുന്നതാണ്. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ യോഗമുണ്ട്. അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ ഒക്കെ ഉയർച്ച ഉണ്ടാകുന്നതാണ്. അതുപോലെ ശത്രുക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മെയ് ജൂൺ മാസം ആകുമ്പോഴേക്കും ആരെയാണോ നമ്മൾ വിശ്വസിച്ചത് അവരിൽ നിന്ന് ചെറിയ വഞ്ചനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ പുതിയ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു വിവാഹ ജീവിതമൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ ശത്രുക്കളുടെ ഉപദ്രവത്തെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസമൊക്കെ സ്വന്തമായി തന്നെ കിട്ടുന്നതാണ്. മാനസികവും ശാരീരികമായി ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതാണ് മെയ് ജൂൺ മാസങ്ങളിൽ. അതുപോലെ സ്വന്തം ജനങ്ങളുടെ വിരോധം, ബന്ധുക്കളുടെയൊക്കെ വിരോധം സമ്പാദിക്കാൻ സാധ്യതയുണ്ട്. കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതാണ്. അതുപോലെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അരുതാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രേരണയൊക്കെ ഉണ്ടാകും. അതൊക്കെ മാറ്റിവെക്കേണ്ടതാണ്. എല്ലാവരെയും കണ്ണടച്ചൊക്കെ വിശ്വസിക്കരുത്, ശത്രുഭേദമന്യേ. അതുപോലെ ഭാര്യയുടെ സ്വത്ത് സംബന്ധമായിട്ട് തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അന്യ സ്ത്രീകളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. പിടിവാശി മൂലം പല ദോഷങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ഉറ്റമിത്രങ്ങളൊക്കെ ചതിക്കാൻ സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെയ് ജൂൺ മാസങ്ങളിൽ നേട്ടം കാണുന്നുണ്ട്. അതുപോലെ ജീവിത പങ്കാളിക്ക് സംശയം തോന്നുന്ന ഒരു കാര്യവും ചെയ്യരുത്. വാഗ്ദാനങ്ങളൊക്കെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധാപൂർവം കൊടുക്കണം. അതുപോലെ സന്താനങ്ങളൊക്കെ മോശമായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ ശ്രമിക്കുന്നതാണ്. നാൽക്കാലികളിൽ നിന്നൊക്കെ ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസത്തിന് മെയ് ജൂൺ മാസങ്ങളിൽ സാധ്യതയുണ്ട്. ജൂലൈ ആഗസ്റ്റ് മാസമാകുമ്പോഴേക്കും ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ്. അതുപോലെ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വ്യാപാര മേഖലയിലൊക്കെ വമ്പൻ നേട്ടം കാണുന്നുണ്ട്. അതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ ആരോപണങ്ങൾക്കൊക്കെ വിധേയനാകേണ്ടി വരുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിലും അല്പം മനക്ലേശം കാണുന്നുണ്ട്. അതുപോലെ ഏതെങ്കിലും ബന്ധുവിൻ്റെയോ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെയോ ഒക്കെ വിരഹം മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. കോടതി കേസൊക്കെ നിലനിൽക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ അനുകൂല വിധി ഉണ്ടാകുന്നതാണ്. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിലൊക്കെ അല്പം നഷ്ടസാധ്യതയൊക്കെ കാണുന്നുണ്ട്. പ്രശസ്തിയൊക്കെ വർദ്ധിക്കുന്നതാണ്. ഈശ്വരാനുഗ്രഹവും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലുണ്ട്. അതുപോലെ നടപടിക്രമങ്ങളിലൊക്കെ കൃത്യതയൊക്കെ പാലിക്കാൻ ശ്രദ്ധിക്കും. പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ പുതിയ ജോലിക്കൊക്കെയുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. അതുപോലെ ആത്മവിശ്വാസവും കൃത്യനിർവഹണ ശക്തിയും ഒക്കെ കൂടുന്നതാണ്. വിട്ടുവീഴ്ചകൾ ചെയ്യാത്തത് കൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും അല്പം ഇല്ലാതാകുന്നതാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതാണ്. അറിയാത്ത കാര്യത്തിൽ അഭിപ്രായം ആരോടും പറയരുത്. പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക ഇടപാടുകളൊക്കെ അന്യരുമായി നടത്തുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പിതാവിൻ്റെ രോഗം മനോവിഷമത്തിനൊക്കെ ഇടവരുത്തുന്നതാണ്. അതുപോലെ കൈവശമുള്ള ഭൂമി കൈവിട്ടു പോകാതെ ശ്രദ്ധിക്കണം. അതുപോലെ ധനവും കൈവിട്ടു പോകാതെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ പ്രവർത്തന മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. എന്നാൽ ആകുല ചിന്തകളൊക്കെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതാണ്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. സുഹൃത്തുക്കളൊക്കെ നീരസത്തോടുകൂടി പെരുമാറുന്ന ചില അവസരങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ മേലധികാരികളുടെ അപ്രീതിയൊക്കെ സമ്പാദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ദൂരയാത്രകൾ പോകാനും പറ്റിയ സമയമല്ല സെപ്റ്റംബർ ഒക്ടോബർ മാസം. അത് ഏത് പ്രശ്നത്തിൽപ്പെട്ടാലും പരിഹാരമാർഗ്ഗങ്ങളൊക്കെ സ്വയം കണ്ടുപിടിച്ച് അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു കരുത്തൊക്കെ ലഭിക്കുന്നതാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഈശ്വരചിന്തയൊക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ ചതിയിലൊക്കെ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നത വ്യക്തികളുമൊക്കെയായിട്ട് ദൃഢമായ ഒരു ബന്ധം ഉണ്ടാകുന്നതാണ്. അതുപോലെ ചില അവസരങ്ങളിലൊക്കെ വീട് മാറി താമസിക്കേണ്ടതായി അവസരം ഒക്കെ വന്നു ചേരുന്നതാണ്. അതുപോലെ ദൂരദേശത്തെ വിദേശത്തുമൊക്കെ തൊഴിലിന് ശ്രമിക്കുന്നവർക്കാണെങ്കിൽ അവർക്കൊക്കെ അതിനുള്ള യോഗമുണ്ട്. കർമ്മരംഗത്ത് കൂടുതൽ പരീക്ഷണങ്ങളെയൊക്കെ നേരിടേണ്ടതായി വരുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ബന്ധുമിത്രാദികളുടെ നീരസമായ പെരുമാറ്റം ചെറിയ മനോവിഷമത്തിനൊക്കെ ഇടയാക്കുന്നതാണ്. ആരെങ്കിലുമൊക്കെ ചതിയിൽപ്പെടുത്താൻ സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിക്കണം. അതുപോലെ കർമ്മരംഗത്ത് നിന്ന് ധനലാഭവും ഉയർച്ചയും ഒക്കെ കാണുന്നുണ്ട്. വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. അധ്യാപക ജോലി ചെയ്യുന്നവർക്ക് കാലം അനുകൂലമായ കാലമാണ്. ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളതുകൊണ്ട് ചില അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ഗ്രഹദോഷങ്ങളൊക്കെ മാറി നിൽക്കുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. എന്നാൽ മാതാവിൻ്റെ സ്വത്തിനെ ചൊല്ലി ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ ഊഹക്കച്ചവടം ഈ മാസം പരമാവധി ഒഴിവാക്കണം. ഊഹക്കച്ചവടത്തിൽ നിന്നും നല്ല രീതിയിലുള്ള നഷ്ടം ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. നവംബർ ഡിസംബർ മാസമാകുമ്പോഴേക്കും കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ മംഗളകർമ്മത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. മാതൃഗുണമൊക്കെ കൂടുന്നതാണ്. ഈ സമയത്തും സ്വജനങ്ങൾ ചതിയിൽപ്പെടുത്താതെ ശ്രദ്ധിക്കേണ്ടതാണ്. കർമ്മരംഗത്തും ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഉയർച്ച തന്നെയാണ് കാണുന്നത്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ കാർഷിക രംഗത്ത് ലാഭം ഒക്കെ പ്രതീക്ഷിക്കാം. മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ അധികമായി ഇടപെടരുത്. അതുപോലെ പെട്ടെന്നുള്ള കോപമൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിനൊക്കെ കഠിനമായി പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ പൊതുവെ ഒരു പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് നവംബർ ഡിസംബർ മാസം. മനസ്സിനൊക്കെ ആത്മബലം കൂടുന്ന സമയമാണ്. പുതിയ വാഹനം മേടിക്കാനുള്ള യോഗം, പഴയ വാഹനം മാറ്റി വാങ്ങാനുള്ള യോഗം ഒക്കെ കാണുന്നുണ്ട്.
പുതിയ ഗ്രഹത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. അതുപോലെ പഴയ ഗ്രഹം മോടി പിടിപ്പിക്കാനുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. ധനലാഭം, രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവ ഉണ്ടാകുന്നതാണ്. അതുപോലെ വരവും ചിലവും പൊരുത്തപ്പെട്ടൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ പരിഹാരമായിട്ട് കൂടുതൽ ഗുണം ലഭിക്കാൻ പുണ്യകർമ്മങ്ങൾ ചെയ്യുക, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, ശിവഭഗവാനെ എൻ്റെ പ്രീതി നേടുക ഒക്കെ ചെയ്താൽ സർവ്വദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ്. അതുപോലെ വിഘ്നേശ്വര പ്രീതി ചെയ്യുന്നതും നല്ലതാണ്. നിങ്ങൾക്ക് നല്ലൊരു വർഷമാകട്ടെ 2024. നന്ദി, നമസ്കാരം.